കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശ്വരരും പ്രിയമുള്ളവരെ, ചിലപ്പോഴൊക്കെ ചില മനുഷ്യരുടെ ദുഃഖത്തിന് കാരണം അവരുടെ കൂടെ പഠിക്കുന്നവർ, അല്ലെങ്കിൽ അവരുടെ കൂടെ ജോലി ചെയ്യുന്നവർ, അവരുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ ചില വാക്ക് കേട്ട് അവർ തെറ്റായ തീരുമാനങ്ങളൊക്കെ എടുത്ത് അവരുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയോ, അല്ലെങ്കിൽ അവരുടെ ജോലി നഷ്ടപ്പെടുകയോ, അവരുടെ ഭാവി തന്നെ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ പറയും, ഉറ്റ സുഹൃത്തുക്കളായി തുടങ്ങിയൊരു ബിസിനസ്സാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ബന്ധു ഇങ്ങനെ പറഞ്ഞു. ചിലപ്പോൾ മാതാപിതാക്കളുടെ ചില ആവശ്യങ്ങളാകാം. പക്ഷേ പലപ്പോഴും തെറ്റുപറ്റിപ്പോകുന്ന ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ആ കയ്പ് നീര് അനുഭവിച്ചിട്ടുണ്ടാകാം. എന്തുകൊണ്ടാണ് നമുക്കങ്ങനെ സംഭവിക്കുന്നത്? സുഭാഷിതത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 33-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നു, എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. അപ്പോൾ ആരാണ് സുരക്ഷിതൻ? ദൈവത്തിൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നവൻ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാൻ നമ്മുടെ കാതുകളെ കർത്താവിന് വിട്ടുകൊടുക്കാറുണ്ടോ? നാം ദൈവസ്വരം കേൾക്കുവാൻ കാത്തിരിക്കാറുണ്ടോ? നമുക്കതിനുള്ള ക്ഷമയുണ്ടോ? നാം അതിന് വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് എന്നോട് സംസാരിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ഏത് ആവശ്യമായാലും നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ച് നാം തിരുവചനം എടുക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. അത് ശക്തമായൊരു ബോധ്യമാണ്. ഒരുപാട് മനുഷ്യർ അങ്ങനെ പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കുന്നവരുണ്ട്. കർത്താവ് പറയുകയാണ്, എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നവൻ സുരക്ഷിതനാണ്. അതുമാത്രമല്ല, അവൻ തിന്മയെ ഭയപ്പെടാതെ സ്വസ്ഥനായിരിക്കുമെന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുന്നത് തിന്മ കയറി വന്നിട്ടാണ്. അപ്പോൾ തിരുവചനം നമുക്ക് പ്രാർത്ഥിക്കുവാൻ, അത് വായിക്കുവാൻ, ധ്യാനിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒരു തീരുമാനമെടുക്കുവാൻ അല്പസമയം നാം ശ്രദ്ധ ഈ തിരുവചനത്തിലേക്ക് നാം ചെലവഴിച്ചാൽ ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ സ്വരം നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ ഇടവരും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പലപ്പോഴും ഞങ്ങളുടെ തീരുമാനങ്ങളിൽ പരാജയങ്ങൾ വിടുവാൻ കാരണം മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഞങ്ങളെടുക്കുന്ന തീരുമാനങ്ങളാണ്. ഈശോയെ, ദൈവത്തിനോട് ആലോചന ചോദിക്കാതെ ഒന്നും എടുക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ഈശോയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാറട്ടെ. ഈശോയെ, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കണമേ. എന്നെന്നും എന്നിൽ വാഴാൻ നീ വന്നു, നിന്നെ അറിയാതെ ഞാൻ ജീവിച്ചു. എന്നിൽ പുതുജീവനേകാൻ നീ വന്നു, സ്വർഗീയ സ്നേഹമെന്നിൽ ചൊരിഞ്ഞു. എന്നെ നിൻ ആലയമാക്കി എന്നിൽ വാസം ചെയ്തു. എന്തൊരു ഭാഗ്യമിത്! എന്നെ നിൻ ആലയമാക്കി എന്നിൽ വാസം ചെയ്തു. എന്തൊരു ഭാഗ്യമിത്! പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ വാഴണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ വാഴണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.